വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോവാണ്. എടുക്കാന്നല്ല ഞങ്ങൾ വഴിയെ പറയാം. അപ്പൊ നമുക്ക് പോവാം. ഇപ്പൊ തന്നെ ഞങ്ങള് ചൂണ്ടിൽ ഗുരുവായൂർ റോട്ടിൽ കയറി. ഒരു 5 കിലോമീറ്റർ ഏകദേശം. ഗുരുവായൂർക്ക് 4-5 കിലോമീറ്റർ കൂടെ ഉള്ളു. ഇതാണ് ഗുരുവായൂർ റെയിൽവേ ട്രാക്ക്. അപ്പൊ ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ചാവക്കാട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചുകൂടി വേണ്ടല്ലോ നമ്മൾ 11-12 മിനിറ്റ് ഏകദേശം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഓൺ ദ വേ ആണ് ഞങ്ങള്. സെന്ററിലാണ് എത്തിയിട്ടുണ്ട്. ചാവക്കാട് പാലം കേറാൻ തുടങ്ങുകയാണ്. അപ്പൊ ചാവക്കാട് ബീച്ചിലേക്കാണ് റോഡില്ലേ. ചാവക്കാട് ബീച്ച് എന്നുള്ള പക്ഷെ നമ്മളങ്ങോട്ടില്ല. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ബ്ലാങ്കാട് ചേറ്റുവ റോഡാണ്. ഒരു 5 മിനിറ്റ്സും കൂടി ആയാല് നമ്മളവിടെ സ്പോട്ട് എത്തും. അപ്പൊ നമ്മുടെ സ്പോട്ടിൽ എത്തി. ഒരു 10 സെക്കൻഡ് കൂടി എത്തിക്കുന്നത്. പക്ഷെ ഒരു എത്തണമെങ്കിൽ 10 സെക്കൻഡ് വേണ്ടേ. പറഞ്ഞ സ്പോട്ട് എത്തിയിട്ടുണ്ട്. എവിടെയെന്നല്ല, ഞങ്ങൾ 4 മണി കാറ്റിക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ കുറെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ. ബോട്ടിംഗ് ഒന്നുമില്ല, അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ബോട്ടിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് വഴി കാണാൻ. കണ്ടില്ലേ, ഇതാണ് നിസ്കരിക്കാനുള്ള പ്ലേസ് ആണിത്. അപ്പൊ ഞങ്ങളിത് കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വാ ബോട്ടിംഗ് ഇല്ലാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞപ്പോൾ അവിടെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 50 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിൽ കയറാം. അപ്പോൾ ഞങ്ങളിതാ ബോട്ടിൽ കയറാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റാണ് മെയിനായിട്ട് വേണ്ടത്. സേഫ്റ്റിക്ക്. അപ്പം നമുക്ക് ബാക്കി ശേഷം കാണാം. അപ്പം ഞങ്ങൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഫ്രണ്ടിൽ 2 ആൾക്കാർ ആണ് ചവിട്ടുന്നത് അല്ലേ. പയ്യമോൾ ഇതാ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പയ്യമോൾ ഫസ്റ്റ് ടൈമാണ് ഇതിലിരിക്കുന്നത് കേട്ടോ. പാലത്തിന്റെ അടുക്ക് പോണ്ടെന്ന് പറഞ്ഞേ. സന ചവിട്ട് ചവിട്ടാൻ പയ്യമോൾ ഭയങ്കര പേടിച്ചിട്ടിരിക്കുന്നത്. ഈ ബോട്ടിൽ അടുക്ക് പോണ്ടെന്ന് പറഞ്ഞില്ലേ. ഒരു സാധനത്തോണ്ടാലാക്കിയ സ്റ്റീറിങ്. അപ്പൊ പയ്യമോള് ഭയങ്കര പേടിച്ചിട്ടാണ് ഇരിക്കണത്. ഞാൻ ഈ മറ്റേ തോണിയിലാണ് പോയത്. മറ്റേ മഞ്ചില് പോയിട്ടുണ്ട്. പക്ഷെ ഇതിൽ അവള് ഫസ്റ്റ് ടൈം. ഞങ്ങളുടെ കസിൻസ് ആണ് അവരൊക്കെ നിർത്തി ക്ഷീണിച്ചു. അവര് ക്ഷീണിച്ചിരിക്ക. അത് ചവിട്ടുന്നത് കാലോണ്ടല്ല, സൈക്കിള് ചവിട്ടണ പോലെയാണ് ഉണ്ടാവാൻ തോന്നുന്നത്. അറിയില്ല. ഒക്കെ ചവിട്ടണം എന്നുണ്ടായിരുന്നു സംഭവം.
പൊളി എക്സ്പീരിയൻസ് കണ്ട. പിന്നെ അതല്ല നല്ലൊരു നല്ല കാറ്റുണ്ട്. അതിനാണല്ലോ 4 മണിക്ക് കാറ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ബോട്ടിങ് വേറെ കപ്പിൾസ് നല്ല കാറ്റുണ്ട്. ഒരു പേടിയൊക്കെ കുറഞ്ഞു. പയ്യാടെ ഒരു പേടിയൊക്കെ കുറഞ്ഞു. നേരെ സണ്ണിന്റെ നേരെ കണ്ണ് കുളിക്കുന്നുണ്ടായിട്ട് ഇവര് ഞങ്ങളുടെ ആൾക്കാരോട് ടയേർഡായി. ഞങ്ങളുടെ കസിൻസ് ആണ് ചവിട്ടന്. സംഭവം കണ്ടില്ല. ഇവരൊക്കെ ഫുൾ ടയേർഡായിട്ട് ഇരിക്കാണ് ചവിട്ടിട്ട്. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല ടഫ് ഉണ്ട് ചവിട്ടാന്. എനിക്ക് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ ഇതെങ്ങനെ ഇങ്ങനെ നമ്മൾ വിചാരിക്കണ രീതിയിൽ. അപ്പോൾ ഒരു സ്റ്റിയറിംഗ് ഉണ്ട്. സ്റ്റിയറിംഗ് എന്ന് പറയാൻ പറ്റൂല സാധനം. അപ്പോ ഞങ്ങളിങ്ങനെ നേരം പോക്കില്ലാത്ത കാരണം അപ്പൊ ഞങ്ങള് കളിക്കാന്ന് വിചാരിച്ചു. അന്താക്ഷരിയാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ അന്താക്ഷരി കളിക്കാൻ പോവാണ്. അപ്പൊ ഇസാനും ഷെറോസും വണ്ടിയും ഞാനും രണ്ടാളും ഫൈമോളും വണ്ടിയും. സ്റ്റാർട്ട് ചെയ്യാം. ഇസാന സ്റ്റാർട്ട് ചെയ്യാ പറഞ്ഞു. അപ്പൊ ഇസാന ഇവര് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാം. ഇവർക്ക് ഇല്ല അവര് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞങ്ങൾ സ്റ്റാർട്ട് ഏതാ മീനിങ്ങും മീനും അല്ല ഇത് കായലല്ല, അതിന്റെ ഒരു ഇതായിട്ട് പഠിക്കും. അങ്ങനല്ല. കൊട്ട മാത്രല്ല പാട്. സാധനം പകുതി വെച്ചപ്പോ സ്റ്റോപ്പ് ചെയ്ത്. അപ്പൊ എങ്ങനെ ലാസ്റ്റ് ലെറ്റർ ലായ പറഞ്ഞോ വായിച്ചിട്ട് നമ്മള് പാട്. മന്ദാരച്ചെപ്പുണ്ടോ കല്ലുണ്ടോ കയ്യിൽ പറയരുത് സന സന കേക്കണില്ല. സന പകുതി വരെ പണിപ്പാടിയിലോ ആരിരാരും പാടിയുറക്കാൻ ആരുമില്ലല്ലോ. പണിപ്പാടിയിലോ ആരിരാരും പാടിയുറക്കാൻ ആരുമില്ലല്ലോ. അപ്പൊ നമ്മള് അവിടെ നമ്മള് പോയോടത്തേക്ക് തന്നെ എത്താനായിക്കണല്ലേ. എത്താനായിട്ടൊന്നുമില്ല, ഒരു 10 മിനിറ്റ് കൂടി ചവിട്ടാന്ന് നിൽക്കാക പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഖം ഇരിക്കുമ്പോ ഒരു രാജകുമാരിയുടെ കെറ്റപ്പ്. പക്ഷെ ഇവിടെ കൊറോണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആൾക്കാർ കുറവൊന്നുമില്ല കേട്ടോ, നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാരും മാസ്ക് പ്രത്യേകിച്ചൊന്നുമില്ല, മാസ്ക് ഉണ്ട് ഇത്ര ഉള്ളു അല്ലേ. കണ്ടു പോവാ. അപ്പോൾ അതാ നല്ല രസമുള്ളൊരു പ്ലേസാണ്. ഇത്രയും ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആണ്. ഞങ്ങൾ കുറേ വട്ടം എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അതവിടെ ഒരു പച്ച തത്തല്ല, എന്തൊരു വേറൊരു തത്ത ഉണ്ടാക്കിയിട്ട് റെഡിക്കുള്ളതല്ല, അത് അവർ ഉണ്ടാക്കിയതാണ്. നല്ല മഴക്കാട് റെയിൻ ഫോറസ്റ്റ് ആണ് ഇതിന് പറയാം.
ഇതിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. കണ്ട 4 മണിക്കാറ്റ് റെയിൻ ഫോറസ്റ്റ് ആണിത്. പിന്നെ ഇവിടെ വേറെ കുറേ പക്ഷികളും ഇങ്ങനെ നമുക്ക് 2 സൈഡിലും വെള്ളമായിട്ട് നടക്കാനൊരു പ്ലേസാണ്. ഇത് നമ്മുടെ പാർക്കിങ്ങിൻ്റെ തൊട്ട് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടേക്ക് പോകണം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടിയൊക്കെ ഉണ്ട് നടക്കാൻ. പിന്നെ അവിടെ വെള്ളം കയറിയുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. നല്ല രസമാണ് കാണാൻ. നിങ്ങൾ 4 മണിക്കാറ്റേക്ക് വരികയാണെങ്കിൽ ഇതിലേക്ക് എന്തായാലും പോകണം. നല്ല രസമാണ് ഇവിടെ. അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഇവിടെ ഉണ്ടൊരു വേഴാമ്പൽ ഒരു പക്ഷിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ മേലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിറച്ച് 4 മണിക്കാറ്റ് റെയിൻ ഫോറസ്റ്റ് മീൻസ് മഴക്കാട്. ഇതിലത്തെ വെള്ളം അത്ര ഇതല്ല. പിന്നെ ഞാൻ എൻ്റെ ഐസൂനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ ഊഞ്ഞാൽ ഞാൻ എത്തിയെന്ന് അവൾക്ക് ഇരിക്കാൻ പറ്റിയതാണ്. പിന്നെ ബെല്ലാക്കി ഇരിക്കാൻ പറ്റിയതാണ് ആ ഊഞ്ഞാൽ. അപ്പോൾ അവരിനൊന്നും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയായിരുന്നു. പിന്നെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം കയറി. പിന്നെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നടക്കണ വേയും വെള്ളത്തിൻ്റെയും നടുവിലായിട്ടൊരു ബണ്ട് കെട്ടിയിട്ടുണ്ട് വെള്ളം ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ. പക്ഷെ എന്നാലും വെള്ളമൊക്കെ കുറച്ചൊക്കെ നമ്മൾ നടക്കണ വഴിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കണ സ്ഥലത്തൊക്കെ താഴ്ന്നു പോവാണ് കുതിർന്നിട്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്കൊന്നും ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. അതിനാണ് അവിടെ ഒരു ബണ്ട് കെട്ടിയേക്കണേ. പിന്നെ അവിടെ ഒരു മഞ്ഞക്കൂടുണ്ട്. മഞ്ഞക്കിളിയുടെ പാട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് തന്നെ ഒരു മയിലുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ മയിലുകളുണ്ട്. പിന്നെ നമ്മൾ ഈ കറങ്ങണ സാധനത്തിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ വട്ടം കിടന്ന് കളിക്കുകയായിരുന്നു. ഇവരൊക്കെ കാണാൻ പോയേക്കായിരുന്നു. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങി കളിക്കുകയായിരുന്നു. നമ്മുടെ ഇവിടുത്തത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് അവിടെ നിന്ന് കാണാം.